ത്തിലേക്ക് വിഴിഞ്ഞം ബാലരാമപുരം റെയിൽപാതയ്ക്ക് പാരിസ്ഥിതികാനുമതി. വിഴിഞ്ഞം തുറമുഖത്തേക്ക് ചരക്കെത്തിക്കാനും തിരിച്ചു കൊണ്ടുപോകാനുമാണ് റെയിൽപാത. അഖിൽ ഷാ അൻസാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അഖിൽ ഷാ, ഇനിയുള്ള നടപടിക്രമങ്ങൾ അത് ഏത് രീതിയിലായിരിക്കും? കീർത്തന, അങ്ങനെ ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് വിഴിഞ്ഞം മുതൽ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷൻ വരെ നീളുന്ന റെയിൽ തുരങ്കപാതയ്ക്കാണ് നിലവിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ട്. പാരിസ്ഥിതിക അനുമതിയാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ തന്നെ 10.70 കിലോമീറ്ററാണ് ഈ റെയിൽപാതയുടെ നീളം. അതിൽ 9.43 കിലോമീറ്ററും റെയിൽ തുരങ്കപാതയായാണ് പോകുന്നത്. ഈ ഇത്തരത്തിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് എത്തുന്ന ചരക്കുകൾ അത് റെയിൽവേ വഴിയുള്ള ഗതാഗതത്തിനും അതുപോലെ തന്നെ തിരിച്ചും എത്തിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലാണ് വിഴിഞ്ഞം ബാലരാമപുരം റെയിൽപാത എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ സ്ഥലമേറ്റെടുപ്പ് നടപടികൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരുന്നു. ഒപ്പം കൊങ്കൺ റെയിൽവേക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ നിർമ്മാണ ചുമതല. ദക്ഷിണ റെയിൽവേ ഇതിന്റെ നിർമ്മാണത്തിനുള്ള അംഗീകാരവും നൽകിയിരുന്നു. എന്തായാലും പാരിസ്ഥിതിക അനുമതി കൂടി ലഭിച്ചതോടെ ഇത് ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ വേഗത്തിലാക്കാനാണ് സാധ്യത എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു അനുബന്ധ പദ്ധതിയായ റിംഗ് റോഡ് പദ്ധതി, അതിന് കഴിഞ്ഞ ദിവസം മന്ത്രിസഭ അംഗീകാരം നൽകി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു വലിയൊരു ബാധ്യത, ഏതാണ്ട് 1600 കോടി രൂപയുടെ ബാധ്യത സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിരുന്നു. അത്തരത്തിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട 2 അനുബന്ധ പദ്ധതികൾ, വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡും അതുപോലെ തന്നെ വിഴിഞ്ഞം ബാലരാമപുരം റെയിൽപാതയും അതിവേഗത്തിൽ നടപ്പിലാക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ. കീർത്തന. ശരി, വിഴിഞ്ഞം ബാലരാമപുരം റെയിൽപാതയ്ക്ക് പാരിസ്ഥിതിക അനുമതി. അഖിൽ ഷാ അൻസാറാണ് വിവരങ്ങൾ